നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പണം ഏൽപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിൽ നിന്ന് ഒരു ഭാരം കുറഞ്ഞു കിട്ടിയേനെ. മോനോ മറ്റോ ആ പണം വാങ്ങിച്ചിരുന്നെങ്കിൽ. വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ. എനിക്ക് നഷ്ടപ്പെട്ടതിന് പകരം തരാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ഇവിടെന്താ വേണ്ടേ? സാമ്പാറല്ലേ? എനിക്ക് ദോശ തന്നെ വേണ്ട. പിന്നെന്തിനാ സാമ്പാർ? ഞങ്ങൾ കളക്ടർ മാഡത്തെ കണ്ട് പരാതി പറയാൻ വന്നതാ. ഞങ്ങളെ പിന്നെ എന്തിനാ അവിടെ പിടിച്ചിരുത്തി ഭക്ഷണം തരുന്നേ? അതെ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോ. വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ ഒറ്റ ഒരെണ്ണത്തിന്റെ പരാതിയും കളക്ടർ മാഡം പരിഗണിക്കത്തില്ല. കഴിക്കാൻ വേണ്ടി മാത്രമേ വാ തുറക്കാവൂ, കേട്ടല്ലോ? മര്യാദയ്ക്ക് കഴിച്ചോ. ഞാൻ കഴിച്ചതാ. മിണ്ടി പോരുതെന്നല്ലേ പറഞ്ഞത്? അതെ, രണ്ടുപേരും മിണ്ടാതെ വിടർന്ന് കഴിച്ചോണം. കുറച്ച് സാമ്പാർ ഒഴിക്കണോ? എനിക്ക് ദോശ തന്നെ വേണ്ട. പിന്നെ എന്തിനാ സാമ്പാർ? ആ, ഇതാര്? വിഷ്ണു മോനോ? എന്താ മോനെ, വല്ലതും കഴിക്കുന്നോ? വാ, അകത്തിരിക്കെ. വേണ്ട, ഞാൻ കഴിച്ചതാ. ഞങ്ങളെല്ലാം കഴിച്ചതാ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ മോനെ? എന്താ കാര്യം? ശാലിനി, എന്താ മോനെ, ശാലിനി മോളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ശാരദാമ്മയെ പറ്റിയോ ശാലിനി മോളെ പറ്റിയോ എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ എന്നെ അറിയിക്കണേ മോനെ. എന്ന് ഞാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ശാരദാമ്മയും ശാലിനി മോളെയും കാണിച്ചു തരണേ നല്ല വിഷ്ണു മോനെ. അവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടണേന്നാ. അല്ല, വീടൊക്കെ ആകെ മാറിയല്ലോ. പുതിയ പെയിന്റൊക്കെ അടിച്ച്. പിന്നെ ഈ അലങ്കാര ചെടികളൊക്കെ. അതൊക്കെ ഞാൻ തന്നെ ചെയ്തതാ. ഹോട്ടല് എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ശാരദാമ്മ പോയത്. അതിന്ന് നല്ല വരുമാനവും കിട്ടുന്നുണ്ട്. അതൊക്കെ ഏൽപ്പിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എടുത്ത് ചെലവാക്കുക.
ഒരു മനസാക്ഷി കുത്ത്. കുറച്ചെങ്കിലും ഞാൻ ഈ വീടിനു വേണ്ടി ചെലവാക്കണ്ടേ? അങ്ങനെയാ പെയിന്റ് അടിപ്പിച്ചതും ഈ ചെടികളൊക്കെ കൊണ്ടുവച്ചതും. എത്ര വഴിപാടുകളും നേർച്ചകളും നടത്തിയത്, ഒന്നും ഫലം കാണുന്നില്ലല്ലോ എന്നാ. അല്ല മോനെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നിങ്ങളെ ആരെങ്കിലും കാണുമ്പോ ചോദിക്കാന്ന് കരുതിയിരുന്നതാ. ശാരിക മോളെ പറ്റിയും രാജീവ് സാറിനെ പറ്റിയും വിവരമൊന്നുമില്ലേ? ശാലിനി മോളും ശാരദാമ്മയും സ്ഥലത്തും ഇല്ല. പിന്നെ ഈ വീടിനും ഹോട്ടലിനും ഒക്കെ അവകാശികള് ശ്യാമമോളും വിഷ്ണുമോനും രോഹിത്തും ഒക്കെ അല്ലേ? എന്നെ ഈ ഹോട്ടൽ നടത്തിപ്പിന് ശാരദാമ്മ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. ഇതിൽ നിന്നുള്ള വരുമാനം ഇപ്പൊ തന്നെ ഞാൻ എടുക്കുക. അത് വെച്ച് കുടുംബം ഒന്ന് പച്ചപിടിച്ചെന്നുള്ളത് സത്യമാ. പക്ഷെ നാളെ ശാരദാമ്മയോ മറ്റോ വന്ന് ഇത്രയും നാളത്തെ വരുമാനത്തിന്റെ കണക്ക് ചോദിച്ച കൈമലത്തി കാണിക്കാനേ എന്നെ കൊണ്ട് പറ്റൂ. അതുകൊണ്ട് മാസക്കണക്കിനോ ആഴ്ചക്കണക്കിനോ പണം ഏൽപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിൽ നിന്നൊരു ഭാരം കുറഞ്ഞു കിട്ടിയേനെ. മോനോ മറ്റോ ആ പണം വാങ്ങിച്ചിരുന്നെങ്കിൽ. വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ. എനിക്ക് നഷ്ടപ്പെട്ടതിന് പകരം തരാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. പോട്ടെ. അല്ല, വിഷ്ണുമോൻ എന്തിനാ വന്നത്? ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇടയ്ക്ക് ഇതുവഴിയൊക്കെ വന്നിട്ട് പോണേ മോനെ. നോക്കാനും അന്വേഷിക്കാനും ഒന്നും ആരും ഇല്ലാതെ കിടക്കുക. പോയി ശാന്തേ. തൽക്കാലം എന്തായാലും രക്ഷപ്പെട്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.